ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് ഒന്നുമില്ല. ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ ഇപ്പം വണ്ടി മേടിക്കാനോ എന്തെങ്കിലും നമ്മൾ എടുക്കുമെന്നുണ്ടെങ്കിൽ ഒരു വർഷം നമുക്ക് ആ പർട്ടിക്കുലർ എമൗണ്ടിന് ഇപ്പം നമ്മൾ 1,00,000 രൂപ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ എടുക്കുകയാണെന്ന് വെച്ചോ. സോ നമുക്ക് ഒരു പറയുന്നു 6 എന്ന് പറയുന്നത് 10% പെർ ആനോ ആണെന്ന് പറയുന്നു. സോ നമ്മുടെ 3 വർഷം കൂടെ തിരിച്ചടക്കണം എന്ന് പറയാം. അപ്പം നമ്മൾ ഇതിനെ കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വർഷം നമ്മുടെ കയ്യിൽ 10% ഓഫ് ഇത് നമ്മൾ എടുക്കുക. അങ്ങനെ 3 വർഷം, അതായത് ഫസ്റ്റ് വർഷം നമുക്ക് 10% ഓഫ് ഇത് അറിയാലോ, 10% കണ്ടുപിടിക്കുന്ന ഒരു സ്ഥലമായിട്ട് കുത്തിടുക. സോ അതിന്റെ ഫലമായിട്ട് ഇതായിരിക്കും. സെക്കൻഡ് വർഷം വരുമ്പോഴത്തേക്കും വീണ്ടും ഇത് തന്നെയാണ്, അതായത് പ്രിൻസിപ്പിൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ അർത്ഥം ഇതാണ്, ഒരു പ്രിൻസിപ്പിളാണ് ഇങ്ങനെ പോകുന്നത്. അതായത് ഫസ്റ്റ് വർഷം സെയിം പ്രിൻസിപ്പിൾ 10%. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നാൽ ഇത് തന്നെയാണ് പറയുന്നത്, ഒരു സെയിം പ്രിൻസിപ്പിളിനാണ് ഓരോ വർഷവും നമ്മൾ കണക്കാക്കി പോകുന്നത്. ഫസ്റ്റ് വർഷം 10% ഓഫ് 1,00,000, സെക്കൻഡ് വർഷം അത് തന്നെ 10% ഓഫ് 1,00,000, തേർഡിലും നമുക്ക് ഇത് തന്നെ വരുന്നത് 10% ഓഫ് 1,00,000. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ മൂന്നാമത്തെ വർഷം നമ്മൾ പലിശ ആയിട്ട് എക്സ്ട്രാ ഇത്രയും പൈസ 30,000 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. അതായത് തിരിച്ച് നമ്മൾ എത്ര അടയ്ക്കണം? തിരിച്ച് നമ്മൾ അടയ്ക്കേണ്ടത് നമ്മൾ എമൗണ്ട് എന്ന് വിളിക്കും. അത് നമ്മൾ ഓൾറെഡി മേടിച്ച പൈസ അതുപോലെ കൊടുക്കണം. കൂടാതെ ഈ 30,000 രൂപയും കൂടെ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. സോ അതിന്റെ ഫലമായിട്ട് 1,30,000 രൂപ നമ്മൾ എക്സ്ട്രാ അടയ്ക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഇപ്പൊ നമ്മൾ ഇത് ഓരോ വർഷത്തെ സിമ്പിൾ ഓരോ വർഷം എത്ര ഇൻട്രസ്റ്റ് വരുന്നു എന്നിട്ട് നമുക്ക് എത്ര സമയം വരുന്നത് അതിനനുസരിച്ച് നമ്മൾ കണക്ക് കൂട്ടി എമൗണ്ടിനോട് ആഡ് ചെയ്യും. ഈ 30,000 ഒറ്റ വഴിക്ക് അല്ലെങ്കിൽ ഒറ്റ ഇതിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് വിച്ച് ഈസ് ഈക്വൽ ടു PNR/100. അർത്ഥം പ്രിൻസിപ്പിൾ, അതായത് 1,00,000 ഇട്ട് കൊടുക്കുക. നമ്മൾ എത്ര അടുത്ത് പറയുന്നത് എന്ന് പറയുന്നത് വർഷത്തിൽ തന്നെ പറയണം. ഇൻറ്റു ആറത്ത് ഉദ്ദേശിക്കുന്നത് എത്ര നിരക്കാണോ ആ സംഖ്യ, അതായത് 10. സോ 10 ഡിവൈഡ് ബൈ 100. ഈ 0 വെട്ടാം, നമുക്ക് ഇതും വെട്ടാം. സോ അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് വരും? ഈ ചെയ്ത് തന്നെ പോകും. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ഓരോ വർഷത്തെയും എടുത്ത് നമ്മുടെ പർട്ടിക്കുലർ വർഷത്തെ കണ്ടുപിടിച്ചു, 3 വർഷത്തേക്ക് കണ്ടുപിടിച്ചു. ഇത് നമ്മൾ അത് കറക്റ്റ് ഇക്വേഷൻ ഇട്ടാൽ 3 വർഷം നമുക്ക് ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ച് ആഡ് ചെയ്യണ്ട. പകരം നമുക്ക് അല്ലെങ്കിൽ ഇത് ഓരോ വർഷം 10,000 × 3 30,000. സോ ഇത് നമ്മൾ ആ ഇക്വേഷനിലൂടെ കണ്ടുപിടിച്ചു. ഇനി ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചടക്കേണ്ട പൈസ എന്താ? എമൗണ്ട്. ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച പ്രിൻസിപ്പിൾ പ്ലസ്, അതായത് നമ്മളെപ്പോഴും നമ്മൾ വാങ്ങിക്കുന്ന തുക അല്ലെങ്കിൽ നമ്മൾ കടം കൊടുക്കുന്ന തുക അല്ലെങ്കിൽ എന്തുമായാലും നമ്മുടെ മെയിൻ തുക, അതായത് നമ്മുടെ പലിശയൊന്നുമില്ല, നമ്മുടെ മെയിൻ സംഭവം, അതിന് നമ്മൾ പ്രിൻസിപ്പിൾ. സോ പ്രിൻസിപ്പിളും പിന്നെ നമ്മുടെ പലിശയും. പക്ഷേ ഈ പലിശ നമ്മൾ ശ്രദ്ധിക്കുക, SI ആണ്. പക്ഷേ SI ഒരു വർഷത്തേക്കല്ല, N ഇയർ വേണം. നമുക്ക് അടിയിലൂടെ ഞാൻ SI N എന്ന് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. 2 ഇക്വേഷനാണ് പറഞ്ഞത്. ഒന്ന് N വർഷം കൊണ്ട് എത്ര സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ടാകും എന്നുള്ളതിന്റെ ഒരു ഇക്വേഷൻ. ആ N വർഷം കൊണ്ട് നമ്മൾ എത്ര രൂപ തിരിച്ചടക്കണം, അല്ലെങ്കിൽ അതാണ് എമൗണ്ട്. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ വരുന്നത്. ഈ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷനിൽ ഇത് N വർഷം കൊണ്ട് എത്ര തിരിച്ചടക്കും, ഇത് തന്നെ N വർഷം കൊണ്ട് എത്ര സിമ്പിൾ ഇൻട്രസ്റ്റ് വരും, അതല്ലേ ഇത്. സോ ഇത് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് P കോമൺ എടുക്കാം. അപ്പം 1 + NR/100 എന്ന് വരും. സോ ഈ ഇക്വേഷനകത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയ ഇക്വേഷനാണിത്. എപ്പോഴും നമുക്ക് ഇക്വേഷൻ ഫോളോ ചെയ്ത് പോകേണ്ട ഒരു കാര്യമില്ല. വി ഹാവ് പെർസെന്റേജ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ പ്രിൻസിപ്പിളിനെ നമ്മൾ 100% ഒന്ന് എടുക്കുക. പ്രിൻസിപ്പിൾ നമ്മൾ 100% എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാം, 2,000 രൂപ ഞാൻ നിക്ഷേപിച്ചു. അപ്പോൾ എൻ്റെ പ്രിൻസിപ്പിൾ എത്ര? 2,000. ഇപ്പോൾ 2,000 രൂപയാണ് ഞാൻ ഒരു കാര്യത്തിൽ കടം എടുക്കുകയോ എന്നൊക്കെ ചെയ്ത് 2,000 ആണ്. സോ 100ന് നമ്മൾ 2,000 എടുക്കാം. 100% 2,000% പെർ ആനുവം റേറ്റിൽ കൊടുക്കുകയാണ് 3 വർഷത്തേക്ക്. സോ ഞാൻ ഇപ്പോൾ എടുക്കുന്നത് 100% 2,000 എടുക്കുകയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിൾ ഇൻട്രസ്റ്റ് 10% എന്ന് പറയുന്നുണ്ട്. സോ ഒരു ഇയറിൽ അപ്പോൾ എത്ര ആയിരിക്കും? ഒരു ഇയറിൽ 10% പറയുന്നത്, അതായത് 100ന്റെ അല്ലെങ്കിൽ ഇതിന്റെ 10%. ഇതിന്റെ 10% എന്താ? നമുക്ക് 10% കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു സ്ഥലം മാറ്റി 200. ഇത് ഒരു വർഷത്തെയാണ് 200. നമ്മുടെ എത്ര വർഷത്തെ കണ്ടുപിടിക്കും? 3 വർഷം. സോ 3 × 200 600. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമുക്ക് എല്ലാ സംഖ്യയും പെർസെന്റേജ് പറയാൻ പറ്റില്ല. മെയിൻലി നമുക്ക് ഫ്രാക്ഷൻസിനെ മാത്രമേ നമുക്ക് പെർസെന്റേജ് പറയാൻ പറ്റും. ഇപ്പോൾ 2ൽ 1 ഭാഗം എനിക്ക് കിട്ടി. ഒരു കേക്കിനെ 2ആയിട്ട് മുറിച്ചാൽ 1 ഭാഗം എന്നതും ഇൻറ്റു ഇതിനെ ശതമാനത്തിലാക്കി പറയണം. അപ്പോൾ ശതമാനത്തിലാക്കി പറയണമെങ്കിൽ നമുക്ക് എല്ലാ ഫ്രാക്ഷനെ ശതമാനമാക്കുന്നതിന് വേണ്ടി ഇൻറ്റു 100 ചെയ്യണം. സോ അതിന്റെ ഫലമായിട്ട് 50 കിട്ടും. 50% കിട്ടും. സോ അതിനർത്ഥം എനിക്ക് 50% കേക്ക് കിട്ടിയെന്നും 1/2 കേക്ക് കിട്ടിയെന്നും പറയുന്നത് 2ൽ 1 ഭാഗം കിട്ടിയെന്നും 50% കിട്ടിയെന്നും പറയുന്നത് സെയിം ആണ്. ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു ഫ്രാക്ഷനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് പെർസെന്റേജിൽ പറയാൻ പറ്റത്തുള്ളൂ. SI = PNR/100 ആണ്. അപ്പം നമുക്കറിയാം SI നമ്മൾ എങ്ങനെ ശതമാനത്തിൽ പറയും? SI = PNR/100 ആണ്. SIയുടെ ശതമാനം പറയണമെന്ന് ഞാൻ പറയാം. SI ഒരു ഫ്രാക്ഷൻ ആക്കണം. SI/P, അതായത് പ്രിൻസിപ്പിളിൽ അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തായാലും 1,00,000 രൂപ അല്ലെങ്കിൽ നമ്മൾ 2,000 രൂപ ഒക്കെ നമുക്ക് നമ്മൾ ഇടുവാണെങ്കിൽ അതിന്റെ ഇത്ര, അല്ലെങ്കിൽ 2,000 നേരത്തെ പറഞ്ഞാൽ 1,00,000 രൂപയാണെങ്കിൽ അതിൽ 10,000 രൂപയായിരിക്കും ഒരു വർഷം നമ്മൾ കൊടുക്കേണ്ട ഇതെന്ന് പറയുന്നത് SI എന്ന് പറയുന്നത്. സോ അത് ഒരു വർഷം ഇപ്പം നമ്മൾ N വർഷത്തിന്റെ കേസാണ് പറഞ്ഞാൽ ഇവിടെ നമ്മൾ 30,000 രൂപയായിരിക്കും കൊടുക്കേണ്ടത്. സോ അത് ഞാൻ അങ്ങോട്ട് എഴുതി = NR/100. ഈ SI എന്തായാലും N വർഷത്തെ ആണല്ലോ. സോ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കേസാണെങ്കിൽ ഇവിടെ 1 എന്ന് കൊടുക്കണമായിരുന്നു. ഇവിടെ ഇപ്പോൾ N വർഷം ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ എടുക്കുന്ന പ്രിൻസിപ്പിളും N വർഷം കൊണ്ട് കിട്ടുന്ന SI ഇത് രണ്ടും കൂടെ നമ്മൾ, അതായത് നമുക്ക് ഒരു 1,00,000 രൂപ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ N വർഷം കഴിയുമ്പം SI തുക നമ്മൾ കൊടുക്കണം. സോ ഇതൊരു ഫ്രാക്ഷൻ ആയില്ലേ? നമുക്കറിയാലോ ഫ്രാക്ഷനെ പെർസെന്റേജ് ആക്കാൻ ഇൻറ്റു 100 ചെയ്യുക. ഇവിടെ ഇൻറ്റു 100 ചെയ്യുമ്പോൾ അപ്പുറം ഇൻറ്റു 100 ചെയ്യുക. ഇവിടെ NR എന്ന് വരും. അതായത് ഇതൊരു പെർസെന്റേജ് ആണ്. അതായത് നമുക്ക് SI പെർസെന്റേജ് എന്ന് വിളിക്കാം. SIയുടെ പെർസെന്റേജ് വാല്യൂ = NR ആണ്. ഓക്കെ.